പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കാഞ്ഞങ്ങാട് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ കോഴിക്കോട് നടന്ന റാലിയിൽ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനും എതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കോൺഗ്രസിന് വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാടാണ് എന്നായിരുന്നു വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജുവും കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ആണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, എപ്പോഴാണ് കാസർഗോട്ടെ ബഹുജന റാലി ആരംഭിക്കുക? അഭിലാഷെ, വൈകിട്ട് 7 മണിക്ക് കാഞ്ഞങ്ങാടാണ് പരിപാടി. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൗരത്വം മതം നോക്കി നടപ്പിലാക്കരുത്, പൗരത്വ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പരിപാടി. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് LDF നടത്തുന്ന പരിപാടി എന്നാണ്. പ്രധാനമായും കോൺഗ്രസിനെയാണ് രൂക്ഷമായ വിമർശനം ഈ പരിപാടിയിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലായാലും മറ്റും കാണുന്നത്. എന്തായാലും 5 ജില്ലകളിലാണ് ഇത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 മലബാർ മേഖലകളിലാണ്. ഒരു പരിപാടി മാത്രമാണ് കൊല്ലത്ത്. നാളെ വൈകിട്ട് 7 മണിക്ക് കലക്ടറേറ്റ് മൈതാനിയിലാണ് നാളെ പരിപാടി. ഏതായാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ LDFന്റെ കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുമായ MV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ മറ്റ് LDFന്റെ മറ്റ് നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന് ഈ പരിപാടിയിൽ ക്ഷണമില്ല. അതേസമയം തന്നെ ന്യൂനപക്ഷ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ പരിപാടിയെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായാണ് ജില്ലയിലെത്തുന്നതും ഈ പരിപാടിയുമായി വലിയ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 7 മണിക്ക്, കൃത്യം 7 മണിക്ക് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, അതായത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണ് പരിപാടി. ഇടതിന്റെ ശക്തി കേന്ദ്രമായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ കല്യാശ്ശേരി, അതുപോലെ തന്നെ പയ്യന്നൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയും ഈ പരിപാടിയിൽ എത്തിക്കും എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പരിപാടി തന്നെയാണ് LDF ഈ പൗരത്വ ഭേദഗതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാസർഗോഡ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാഞ്ഞങ്ങാടാണ് പ്രോഗ്രാം. അതേസമയം അനീഷ് കുമാർ, ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ഈ പ്രതിഷേധങ്ങളിൽ എല്ലാം തന്നെ നടക്കുന്നത് മലബാർ മേഖലയിലാണ്. അവിടുത്തെ വോട്ട് സ്വാധീനം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് സ്വാധീനമുള്ള മേഖലകൾ ആണ്. ഇടതുപക്ഷം കൂടുതൽ മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാവുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളെ മാറ്റുന്നു എന്നല്ലേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വിമർശനങ്ങളിൽ നിന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും ഒപ്പം കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മലബാറിലെ പല മണ്ഡലങ്ങളിലും ഈ മുസ്ലിം വോട്ടുകൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗവുമായി കഴിഞ്ഞ ഏതാനും നാളുകളായി ഒരു അടുപ്പത്തിലേക്ക് CPM എത്തുന്നുമുണ്ട്. ഈ അടുപ്പം കുറച്ചുകൂടി കൂടുതൽ രൂഢമൂലമാക്കുക, ഒപ്പം അതുവഴി കൂടുതൽ വോട്ടുകൾ നേടുക എന്ന തന്ത്രം തന്നെയാണ് CPM ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നു. ഓരോ ഇടത്തും ഓരോ നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഒഴിയുന്നു. ഒപ്പം ഈ രാഹുൽ ഗാന്ധി ഈ വിഷയം നടക്കുമ്പോൾ വിദേശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലടക്കം നടന്ന കലാപങ്ങളിൽ അല്ലെങ്കിൽ സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിലൊക്കെ നിരവധി CPM നേതാക്കളും ഇടതു നേതാക്കളും അറസ്റ്റിലാവുകയും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ എവിടെയാണ് എന്ന കൃത്യമായ ചോദ്യം പിണറായി വിജയൻ ഉന്നയിക്കുന്നു. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും ഇതിനകം തന്നെ ഈ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ നിലപാടാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ പറയുന്നില്ല. കേരളം ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കേരളത്തെ പരിഹസിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ ഇത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ MK സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർ എന്തുകൊണ്ട് കേരളത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ ഉന്നതത്തോടുകൂടി തന്നെയാണ് ഈ LDFന്റെ ഈ പരിപാടികൾ, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ. കാസർഗോഡിന് പുറമെ പിന്നീട് മലപ്പുറം അടക്കമുള്ള, കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളിലും ഇത്തരം സെമിനാറുകൾ അല്ലെങ്കിൽ ഇത്തരം റാലികൾ CPM സംഘടിപ്പിച്ചിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. മറ്റ് തെരഞ്ഞെടുപ്പ്